ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി വളരെ കുപ്രസിദ്ധനായ ഒരു കൊലപാതകിയാണ്. സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും ഒരു ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേഡൽ ജിൻസൺ രാജ. ഇദ്ദേഹം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ വ്യക്തിയെ സ്വതന്ത്രമായി നമുക്കിപ്പോൾ കാണാൻ ഇങ്ങനെ കഴിയുന്നുണ്ട്. പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉള്ള ഈ പ്രതി ചെയ്ത ക്രൂരകൃത്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 2017 ഏപ്രിൽ 8 തിരുവനന്തപുരം ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിലാണ് ഈ കൊലപാതക പരമ്പര അരങ്ങേറിയത്. പിതാവായ പ്രൊഫസർ രാജാതങ്കം, മാതാവായ ഡോക്ടർ ജീൻ പത്മ, സഹോദരിയായ കരോലിൻ, ബന്ധുവായ ലളിത എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും ദാരുണമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ ജിൻസൺ രാജയ്ക്കെതിരെ ഉള്ള കേസ്. ജീനിൻ്റെയും കരോലിൻ്റെയും ഒക്കെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. ഇവരുടെ മരണകാരണം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജയുടെ ശരീരം ഭാഗികമായിട്ടാണ് കത്തി അമർന്നിരുന്നത്. ശരീരത്തിലെ 9 മുറിവുകളിൽ 7 തലയോട്ടിയിലാണ് കണ്ടെത്തിയത്. മഴു ഉപയോഗിച്ച് തലയിൽ വെട്ടിയാണ് രാജയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കൊല നടത്തിയ ശേഷം എല്ലാ മൃതദേഹങ്ങളും പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് വീണ്ടും വെട്ടിനുറുക്കി. നന്തൻകോട്ട് നിന്നാണ് പ്ലാസ്റ്റിക് ഷീറ്റും ഡിറ്റോളും മറ്റും പ്രതി വാങ്ങുകയും ചെയ്തത്. മൃതദേഹങ്ങൾ കത്തിക്കുന്നതിനിടെ തീ ആളിപ്പടർന്ന് പ്രതിക്കും പൊള്ളലേറ്റിരുന്നു. പിന്നീട് മൃതദേഹങ്ങൾ വീടിനുള്ളിലെ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ചിട്ട് പ്രതി ചെന്നൈയിലേക്ക് കടന്നുകളയുകയാണ് ചെയ്തത്. ചെന്നൈയിലെ ഹോട്ടലിൽ നിന്നും പ്രതിയെ പിടികൂടുമ്പോൾ പൊള്ളലേറ്റ 31 പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. കേസിൽ 30ഓളം സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളമുള്ള തുടർ നടപടികൾ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നു വരികയാണ്. കോടതി ഈ കേഡൽ രാജയെ വിളിച്ചു വരുത്തി ഡയസിന് സമീപം നിർത്തി കോടതിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. ഇതിനുവേണ്ടി കോടതി കുറേ ചോദ്യങ്ങൾ പ്രത്യേകം തയ്യാറാക്കി വച്ചിരുന്നു. ചോദ്യങ്ങൾക്ക് എല്ലാം കേഡൽ രാജയിൽ നിന്ന് നേരിട്ട് ഉത്തരം കിട്ടണം എന്നുള്ളതാണ് കോടതിയുടെ ഒരു അനുമാനം. ഇതിനു മുമ്പ് നടന്ന സാക്ഷി വിസ്താരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ലഭിച്ച കാര്യങ്ങൾ ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ സാക്ഷികൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണോ എന്ന് കേഡൽ രാജയിൽ നിന്നു കൂടി കോടതിക്ക് അറിയേണ്ടതുണ്ട്. ഈ കൊലപാതക പരമ്പര നടത്തിയതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ ഈ കേഡൽ രാജ പറയുന്നത് തന്നെയാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു ആത്മീയ വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ശരീരത്തിൽ നിന്നും ആത്മാക്കൾ ആകാശത്തേക്ക് പറന്നു പോകുന്നത് കാണുന്നതിനാണ് താൻ ഇത് ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ കേഡൽ രാജ ഒറ്റയ്ക്ക് തന്നെയാണോ ഇത് ചെയ്ത് തീർത്തത് എന്നുള്ള കാര്യത്തിൽ പോലീസിനുള്ള സംശയം ഇപ്പോഴും ഉണ്ട്. എന്നാൽ അത് സ്ഥിരീകരിക്കത്തക്ക മറ്റ് തെളിവുകൾ ഒന്നും കിട്ടിയിട്ടില്ല. മാനസിക വിഭ്രാന്തി കാണിച്ചതുകൊണ്ട് തന്നെ പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണം കേഡൽ രാജയ്ക്കുണ്ടായിരുന്നു. തിരുവനന്തപുരം മെൻ്റൽ ആശുപത്രിയിൽ കേഡൽ രാജയെ വളരെ ദീർഘകാലം ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ മാനസികപരമായി ഹെൽത്തി കണ്ടീഷൻ ആണ് എന്ന് ഡോക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് കോടതിയിലേക്ക് കേഡൽ രാജയുടെ പുതിയ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് കോടതി തയ്യാറായത്.
കേണൽ രാജയെ സംബന്ധിച്ചിടത്തോളമുള്ള കേസിന് 7 വർഷത്തെ പഴക്കമുണ്ട്. കേസിൻ്റെ ഏകദേശം അന്തിമ കാര്യങ്ങളിലേക്ക് കോടതി കടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ കൂട്ടക്കൊല സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കേണൽ രാജ കൂടാതെ മറ്റൊരാൾ ഈ കേസിൽ പ്രതിയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും ഈ ചാനലിൽ ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്ദി.